ഗുഡ് മോർണിംഗ്. ട്യൂസ്ഡേ മോർണിംഗ് ആണ്. 10 മണി ആയി. സലൂണിലോട്ടല്ല, അത് ഡ്രസ്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലോട്ട് പോവാം. എനിക്കൊന്ന് തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. 2 years ബാക്ക് ഞാൻ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ബോർഡർ ലൈനിലായിരുന്നു. അപ്പോൾ മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, ബോർഡർ ലൈനായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു 6 മന്ത് കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ 6 മന്ത് കൂടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 years ആയി. അപ്പോൾ ഭയങ്കര ബോഡി പെയിനും ലെഗ് പെയിനും ഒക്കെ ആയപ്പം ഒരു സംശയം. പിന്നെ നമ്മുടെ കസ്റ്റമറും ഇങ്ങനെ നേഴ്സ് പറഞ്ഞു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അപ്പോൾ ബോർഡർ ലൈൻ ആണെങ്കിൽ ചിലപ്പം തൈറോയ്ഡ് കാണാൻ ചാൻസ് ഉണ്ട്, അതായിരിക്കും ഇങ്ങനെ ശരീരവേദന വരുന്നതെന്ന് പറഞ്ഞു. എന്നും ഓരോ പെയിൻ കില്ലർ എടുത്തിരുന്നു, അതും ശരിയല്ലല്ലോ. അപ്പം പോകുമ്പം കൊളസ്ട്രോളും എല്ലാം കൂടെ അങ്ങ് ചെക്ക് ചെയ്തേക്കാം. കണ്ണിൻ്റെ അവിടെ ചെറുതായിട്ടൊരു തടിപ്പ് പോലെ ഉണ്ട് മിക്ക ദിവസങ്ങളും. നമ്മൾ ഫാറ്റി ഫുഡ് അങ്ങനെ കഴിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. മഴ പെയ്തിട്ട് മൊത്തം ഇതായിട്ട് കിടക്കുക, ഉണങ്ങി വരണേ. കച്ചയ്ക്കകത്തെല്ലാം വെള്ളമൊക്കെയാണ്. മറ്റേ ഫുഡ് കഴിക്കാതെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീച്ച് നേരെ അങ്ങ് പോവാം. ഇന്ന് ഓഫ് ഡേ ആകുമ്പോൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ ഓഫ് ഡേ അല്ലാത്ത എന്തൊരു ഇതായിക്കോട്ടെ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കും. രാവിലെ എനിക്കൊരു കോൾ വരും. ഇന്നും ഒരിക്കലും വിളിക്കാത്ത പോലെ രാവിലെ എൻ്റെ മോൻ വിളിച്ചു. അവനിവിടെ വന്നപ്പം കൊണ്ടുപോയ മറ്റേ എന്തോ ഒരു ഡ്രോണിൻ്റെ റിമോട്ട് കണ്ടില്ല, അത് ഏത് പെട്ടിക്കകത്ത വെച്ചേക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു അമ്മ ഉറങ്ങുവാടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഫോൺ കട്ട് ചെയ്തു. അല്ലെങ്കിൽ അവൻ വിളിക്കുകയില്ല, അവൻ ഇത്രയും ദിവസം ചോദിക്കണ്ടായിരുന്നു വൈകുന്നേരം വിളിക്കും എന്ന് കറക്റ്റാണ്. അപ്പോൾ അവൻ വിളിച്ചുകൊണ്ട് പിന്നെ എണീച്ച് എന്നിട്ടങ്ങ് എന്തായാലും ഫാസ്റ്റിങ് ചെല്ലണമെന്ന് അവർ പറഞ്ഞിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അല്ലേ വണ്ടി അവിടെ ക്രോസിങ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓഫ് ഡേ ആയിട്ട് പോലും കിടന്നുറങ്ങാൻ പറ്റും എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് ഉച്ചയ്ക്ക് കിടന്ന് ഉറക്കവും വരത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്നത്. ഇനിയിപ്പം ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. കൊളസ്ട്രോളും തൈറോയിഡും എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഇനി എല്ലാം കൂടെ ഉണ്ടോയെന്നും അറിയാം. മഴ പെയ്താതായതുകൊണ്ടേ പൊടിയില്ല, അങ്ങനെ വലിയൊരു ഉപകാരം. പൊടിയില്ല. ഞാൻ അന്ന് പോയത് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ അവിടെ തന്നെയാണ്. പക്ഷെ ഒരബദ്ധം പറ്റി. അതിൻ്റെ ഇത് കിടക്കുന്ന എൻ്റെ മറ്റൊരു ഫോണിലാണ്. അത് ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടാണ്. എന്തോ ചെയ്യാൻ പേര് ഓർമ്മയില്ല, ഒരു എം ചേർത്തൊരു പേര്. ആ സ്ഥലം പൊടിച്ചത് കണ്ടു. ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ അയ്യോ മറ്റേ ഫോണിനകത്താണല്ലോ ലൊക്കേഷനും അവരുടെ അഡ്രസ്സും ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. ഷർട്ട് ചുരുങ്ങി തേച്ചിട്ടില്ല. ഞാൻ തേച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉരുവും. അപ്പം ഞാൻ ഒന്നി താഴത്തെ അയൺ ചെയ്യാൻ കൊടുക്കും, അല്ലെങ്കിൽ വിനുവാണെങ്കിൽ തേച്ച്. വിനു ഇല്ലായിരുന്നു, അയൺ ചെയ്യാൻ കൊടുത്തില്ല. അല്ലാത്തൊരു ഷർട്ട് പെട്ടെന്ന് എടുത്തിട്ടിട്ട് ഇരുപത് ഒരു വട്ട ഷർട്ട്. ഇവിടെ ഒരു സലോണുണ്ട്, സിറ്റി ബ്യൂട്ടി സലോൺ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇങ്ങനെ ഏറ്റവും അവിടെ ആ ബിൽഡിങ്ങിലുള്ള കുറേ കസ്റ്റമർ നമുക്ക് വരാറുണ്ട്. അപ്പോൾ സ്റ്റാഫ് മാറുമെന്നോ എന്തൊക്കെ പറയുന്നത്. നമ്മുടെ കുറേ കസ്റ്റമർ നമുക്ക് വരും. നീ എത്തി. മഴ പെയ്ത് വെള്ളം കയറി കിടക്കുമോ. ഞങ്ങളുടെ അപ്പുറത്തെ സൈഡെല്ലാം അങ്ങനെ, ഇപ്പുറത്തെ ഈ സൈഡേ ഉള്ളൂ. ഇപ്പം ഞാൻ നടന്നു വരുന്ന സൈഡേ ഉള്ളൂ ബെറ്ററായിട്ടുള്ളത്. അപ്പുറത്തെ സൈഡെല്ലാം ഇങ്ങനെ വെള്ളമാണ്. ഞങ്ങളുടെ റോഡെല്ലാം വെള്ളമാണ്. കച്ച മൊത്തം വെള്ളത്തിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട് സൈഡെല്ലാം കച്ചയാണ്, മൊത്തം വെള്ളത്തിലാണ്. ഇന്നലെ വേസ്റ്റ് കളയാനൊക്കെ പോകാൻ ഭയങ്കര പണിയായിരുന്നു. ഇതുണ്ടോ ഫുൾ വെള്ളമാണ്. ഇന്നലെ ഞങ്ങളുടെ ഓണർ വിളിച്ചായിരുന്നു വൈകുന്നേരം. ചേച്ചി ജോലി കഴിഞ്ഞിട്ട് എങ്ങോ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ചേച്ചി വീട്ടിൽ വന്നു. കാരണം ഈ കച്ച മൊത്തം വെള്ളമാകുമ്പോൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടത്തില്ല. അയ്യോ അതിനായിരിക്കും ആൾക്കാരുടെ ഒരു ഓട്ടം. പിന്നെ അങ്ങനെ എല്ലായിടത്തും കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനും പറ്റില്ല. രാത്രി വല്ല മഴ പെയ്താൽ ഈ വെള്ളമെല്ലാം മീൻസ് വണ്ടിക്ക് മൊത്തം വെള്ളത്തിലായി പോകില്ലേ. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചി എങ്ങാണ്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് രാത്രി മഴ പെയ്താലും കയറരുതല്ലോ. എന്നിട്ട് പിന്നെ അവിടുന്ന് ടാക്സി വിളിച്ച് വിട്ടു. ഇന്നലെ ഒരു കസ്റ്റമർ അതുപോലെ വന്ന് അവിടെ ഇരുന്നു. ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ
പോയിട്ട് 1 hour അങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ആ കസ്റ്റമർ പോയത്. കാരണം ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണ്ടി വരാൻ വേണ്ടി, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ അവരുടെ ബിൽഡിങ്. അപ്പോൾ അവർ അവിടെ ഇരുന്നു ഹസ്ബൻഡ് വരാൻ വേണ്ടി. മീൻസ് അല്ലാത്ത ഇച്ചിരി ഉയർന്ന സ്ഥലങ്ങളൊക്കെ ഒരു 4-5 മണിയായപ്പോൾ തന്നെ ഫുൾ വണ്ടിയായി. പിന്നെ ആൾക്കാരെല്ലാം ദൂരെയൊക്കെ കൊണ്ടുവിട്ടാണ്. കച്ചക്കത്തോട് കയറ്റാൻ പറ്റില്ല, മൊത്തം വെള്ളം. ഇന്നാകും നമ്മുടെ നാട്ടിൽ ഒരു ഭയങ്കര ശക്തമായിട്ട് മഴയൊന്നുമില്ല. പക്ഷെ മഴ രാവിലെ തൊട്ട് പൊടിഞ്ഞോണ്ടേയിരുന്നു. അപ്പോഴത്തേനും വെള്ളമായി. ഭാഗ്യം രാത്രി മഴ പെയ്തില്ല. രാത്രിയിലൂടെ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായി. ഈ ബിൽഡിങ്ങിലും അപ്പുറത്തെ സഫാരി. ഇത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഇത് കഴിഞ്ഞ് അങ്ങ് പോകണം. അപ്പുറമാണ് നെസ്റ്റോ. അതായത് സ്കൂൾ ഏരിയ. ആ സൈഡിലാണ് ആ ക്ലിനിക്ക്. അവിടം വരെ ഇനി പോകണം. രാവിലെ നല്ലൊരു നടപ്പാവും. അങ്ങ് വരെ ഇനിയിപ്പോൾ നടന്നു പോകണം. വിനു എന്നോട് പറഞ്ഞ ടാക്സി എടുത്തിട്ട് പോയി വാ. ഞാൻ പിന്നെ വേണ്ട. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ കഞ്ചൂസാണ്. കഞ്ചൂസായിട്ടല്ല, ഇതൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളൂ. ഓടിച്ചെന്നിട്ട് വീട്ടിൽ കുഞ്ഞൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നടന്നു പോയിക്കോളാം. എന്തായാലും എപ്പോഴും സഫാരി വരെ നടന്നു വരുന്നതാണ്. അതിൻ്റെ കുറച്ച് ഒരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ നടക്കണമെന്നില്ല. അതൊന്നും ഒരു ബിഗ് ഡീലല്ല. അപ്പം ഞാൻ വിചാരിച്ചു നടന്ന് പോയി നടന്ന് വരാം. കൊളസ്ട്രോൾ ഉണ്ട് കുറേ, അറിയില്ല ഇനി എന്തൊക്കെയോ ഉണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കസ്റ്റമർ വിളിച്ചതാണ്. പുള്ളിക്കാരി നാട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രിയിലാവുന്നേ. അപ്പം നാളെ വരാം. ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം വന്നോളാം. അപ്പം പുള്ളിക്കാരി ഒന്നും ഇല്ല, വന്നേ ഇല്ല ഉള്ളൂ, പണിയൊന്നും ഒതുക്കി പിടിച്ചിട്ടുമില്ല. അപ്പം നാളെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ. ചില കസ്റ്റമറൊക്കെ നമ്മളോട് ഭയങ്കര ക്ലോസാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഫീൽഡ് അങ്ങനെ ആണല്ലോ. എന്തും എന്താ പറയുക, ഒരു തരത്തിലൊരു സെയിൽസ് കൂടെ ആണ്. പാർലറിന് ചിന്തിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ ഈസിയുള്ള പരിപാടി. ഇതിനകത്തും കഷ്ടപ്പാടുകളുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഹെയറൊക്കെ ചെയ്യാൻ 4 മണിക്കൂർ 5 മണിക്കൂർ നിപ്പിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. എനിക്കൊക്കെ ഞാൻ വർഷങ്ങൾ കൊണ്ട് ഷോൾഡറിന് തേയ്മാനമുള്ളതാണ്. ഞാൻ ഹെയറിൻ്റെ സെക്ഷനാണ്. സോ പിന്നെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിലൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വരുന്നതാണ്. നമ്മൾ ഒത്തിരി ആഡൊക്കെ കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്ത് കസ്റ്റമർ വരും ചിലപ്പോൾ. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വരില്ല. ആദ്യത്തെ ഒരു വരവേ ഉണ്ടാക്കുള്ളൂ. എൻ്റെ കസ്റ്റമർ മൊത്തം ഒരാൾ പറഞ്ഞു വിടുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലാണ്. നമ്മുടെ സലൂണ് വലിയ ആടൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഞങ്ങളുടെ സലൂണിൽ ആട് ഞാൻ തന്നെയായിരുന്നു ഇരുന്നത്. മീൻസ് ബ്രോഷർ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ. ചിലപ്പോൾ ഞാനായിട്ട് വീഡിയോസ് എടുത്തിടുമായിരുന്നു അങ്ങനെ. പിന്നെ അതിലുപരി കസ്റ്റമർ നല്ല എന്താ പറയുന്നത് ഭയങ്കര ക്ലോസ് ആണ് കസ്റ്റമറുമായിട്ട്. ഇതൊരു തരത്തിലൊരു സെയിൽസ് കൂടാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും. പിന്നെന്താ, അവരോട് എങ്ങനെ നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു, അവരുടെ ഇപ്പോൾ എന്താ പറയുന്നത്, അവരെ നമ്മൾ ഹാപ്പി കംഫർട്ടബിളാക്കി വിടുക. അപ്പോൾ ഓക്കെ അവർ എഗെയിൻ വരും. നമ്മൾ ഒത്തിരി ഒരു പരസ്യം വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പാർലർ ഫീൽഡിനും പരസ്യം വിട്ട് കുറേ ആൾക്കാരെ വരുത്താം. പക്ഷെ കുറേ ആൾക്കാർ വരുന്ന അവരല്ല റെഗുലറായിട്ട് വരണം. നമ്മുടെ റെഗുലർ കസ്റ്റമറായിരിക്കണം. ഞങ്ങളുടെ ഇവിടുത്തെ സലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ കസ്റ്റമറാണ്. അതാണ് ഒരിത്. എങ്ങനെ വന്നാലും അവർ എങ്ങും പോകത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു പരസ്യമോ വലിയ ഓഫറോ കാണും വേറെ എവിടെയെങ്കിലും പോയാലും കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെ. അപ്പോൾ ഞാൻ കളിയാക്കും, എന്തായി അപ്പോൾ ഇല്ലടി പോയി ശരിയായില്ലടി, നിങ്ങൾ ഓഫർ ഇട്ടാലും നിങ്ങൾ അങ്ങനെ അല്ലല്ലോ. ഞാൻ പറയും എല്ലാവരും ഞങ്ങളുടെ കൂട്ടാന്നോ എന്ന് ചോദിക്കും. മീൻസ് അപ്പം ഞങ്ങളുടെ ഓണർ അതിന് അങ്ങനെ ഉടായ്പ ചെയ്ത് കൂടെ ആ പരിപാടിയില്ല. നല്ല പ്രൊഡക്റ്റേ വാങ്ങത്തുള്ളൂ. അപ്പോൾ അതിനൊന്നും ചേച്ചി എന്താ പറയുന്നത് പൈസ അങ്ങനെയൊന്നും നോക്കത്തില്ല. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇത് വാങ്ങിക്കാവോ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയുള്ളൂ. ഇനി കൊള്ളത്തില്ല അതെടുത്ത് കളഞ്ഞോളം ചേച്ചി പറയും. അങ്ങനെ ചേച്ചി അയ്യോ അത് നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് ഇനി അത് കസ്റ്റമറിന് ചെയ്ത് നമുക്കതല്ല അല്ലെങ്കിൽ ലോസ് വരുമല്ലോ അങ്ങനെയൊന്നും ചേച്ചി വിചാരിക്കത്തില്ല. അത് ഞാൻ ഒരു ഓണറിൽ കണ്ടൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ വേണം എല്ലാ ഓണേഴ്സും. ചില ഓണേഴ്സ് അങ്ങനെയല്ല, മോശമാണെങ്കിൽ അത് ചെയ്ത് വിടാം എന്ന് പറയും. പക്ഷെ ചേച്ചി ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങൾ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് പ്രോട്ടീൻ പേര് ഞാൻ മറന്നത് ബ്രസീലിയൻ്റെയാണ് വാങ്ങിച്ചിട്ടത് കൊള്ളില്ലായിരുന്നു. ചേച്ചി അപ്പം തന്നെ പറഞ്ഞു എടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അതൊരു എല്ലാ ഓണേഴ്സിനും എന്ത് ബിസിനസ്സിനും വേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ തന്നെ അവിടെ അടുക്കാറായി. പക്ഷെ ഇനിയിപ്പം വിനോദം ഉറക്കമായിരിക്കും. പക്ഷെ വിനോദിനെ വിളിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ പേര് ഞാൻ
മറന്നു പോയിട്ടുണ്ട്. ഡെന്റൽ ക്ലിനിക്കിൻ്റെ അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പോവാണ്. സ്കൂൾ ഏരിയയെ മലബാർ ഗോൾഡിൻ്റെ അടുത്ത്, അതാ മലബാർ ഗോൾഡ്, അതിൻ്റെ അടുത്താണ് വിനു പറഞ്ഞത്. ഇതൊക്കെ സ്കൂളിൻ്റെ മതിലുകളാണ്, സ്കൂൾ ഏരിയ ആണിത്. ഈ സൈഡെല്ലാം വിനു പറഞ്ഞ അതിൻ്റെ അടുത്താണ്. അതിൻ്റെ അടുത്താണെങ്കിൽ പിന്നെ പുറകിലത്തെ സൈഡ് വല്ലതും ആണോ? ഇതുള്ളത് സ്കൂൾ ഏരിയ, സ്കൂൾ അടവാണ്. പക്ഷെ സ്കൂളിൻ്റെ ബസ് പോകുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ എല്ലാ 2 days കൂടുമ്പോഴും ക്ലീനിങ് സ്റ്റാഫ് പിന്നെ അല്ലാത്ത സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, ടീച്ചേഴ്സ് അല്ലാത്തവരെല്ലാം ചെല്ലണമെന്നാണ്. അതെന്നോട് നമ്മുടെ ഒരു കസ്റ്റമറാണ് പറഞ്ഞു. കണ്ടുപിടിച്ച് അപ്പം ഞാൻ പോയിട്ട് ക്രോസ് ചെയ്യാം. അപ്പം ഞാനിനി അവിടെ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അപ്പം കിട്ടത്തില്ലെന്ന് തോന്നുന്നു റിസൾട്ട്. PDF ആയിട്ട് ഇനി വാട്സാപ്പിൽ അയച്ചു തരുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ തിന്നെയും വരേണ്ടി വരും ഡോക്ടറിനെ കാണാൻ. ഒന്ന് നോക്കാം. ഒന്നുമില്ലെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുമില്ലാണ്ടിരിക്കട്ടെ എൻ്റെ ഇഷ്യൂ. ഇതുകൊണ്ട് അവിടെ ഒരു ഫാർമസി കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്ത്. ഇതാണ് മലബാർ ഗോൾഡ്. ഗ്രീൻ സിഗ്നലായി, അപ്പം നമുക്ക് ഓടി പോകാം. പക്ഷേ ഇവിടെ റെഡാണ്. ഇവിടെ ഗ്രീനായി. ആ ചേട്ടൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? കാണുന്നില്ലേ? അപ്പം നമ്മളിനി കണ്ടോ, അത് നെസ്റ്റോ, സഫാരി, ലുലു ഇപ്പുറം, നെസ്റ്റോ ഇപ്പുറം, അടുത്തടുത്തായി ഈ ഒരു ഏരിയയിൽ തന്നെയല്ല. എന്നാലും ഏറ്റവും തിരക്ക് സഫാരിയിലാണ്. സഫാരി കഴിഞ്ഞാലുള്ള തിരക്ക് നെസ്റ്റോ, നെസ്റ്റോ കഴിഞ്ഞാൽ ലുലു. ലുലുവിൽ എപ്പോഴും ഒരു 2 dirhams 1 dirhamsൻ്റെ ഡിഫറൻസാണ്. ഒത്തിരി സാധനം എടുക്കുമ്പോൾ നമ്മൾ ആ ലാഭം നോക്കുമല്ലോ. എവിടെ വർക്ക് ചെയ്യുന്നത്? ഗോൾഡൻ ബ്ലഷ് നമ്മുടെ മുവയിൽ തുമ്പ ക്ലിനിക്കിൻ്റെ അപ്പുറം ഇല്ലേ, അവിടെ സലൂണ്. ആ എവിടെ? നാട്ടിൽ ആലപ്പുഴ. എവിടെ? അവിടെ. ഞാൻ അരൂര്. പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം ഷെടുപടിനായിരുന്നു, തിരക്കില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ടും. പിന്നെ എല്ലാവരും ഫാസ്റ്റിങ്ങിലല്ലേ വന്നെടുക്കുന്നത്. ബീഫ് ലോയാണ്. 80 വേണ്ടിട്ട് 67. എനിക്ക് എപ്പോഴും ബീഫ് ലോയാണ്. ഞാൻ ഇന്ന് നന്നായിട്ട് ഉപ്പും വെള്ളവും എല്ലാം. ഇപ്പം ഡോക്ടർ ഇന്നാൾ നാട്ടിൽ പോയപ്പോൾ BP ഒരു 40 something ആയിട്ട് ഞാൻ തല കറങ്ങി വീണ് സ്കാനൊക്കെ ചെയ്ത് ഒരു ദിവസം മൊത്തം ലക്ഷറിലായിരുന്നു. അപ്പം അതിപ്പോൾ ഇനി ഞാൻ BP കുറയാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ ഉപ്പൊക്കെ നല്ലതായിട്ട് കഴിക്കും. വെള്ളം ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എപ്പം നോക്കിയാലും BP ലോ. ഇതിൻ്റെ ഇടയിൽ തുമ്പ ക്ലിനിക്കിൽ പോയി BP ലോ ആയിട്ട്, അപ്പോഴും 47 or 48 എങ്ങാണ്ട്. അപ്പം പിന്നെ അവരൊരു ട്രിപ്പ് ഇട്ട് അവിടെ കിടത്തി തന്നെ. എനിക്കിത് തന്നെയാണ് പരിപാടി. അവരെന്നോട് ചോദിക്കുന്നത് മയങ്ങി വല്ലതും വീഴും. ഞാൻ പറഞ്ഞു ഫാസ്റ്റിംഗ് ആയതുകൊണ്ടായിരിക്കും അത്ര കുറവ് കാണുന്നു. ഈ BP കൂടാൻ വേണ്ടി എന്തോ ചെയ്യണ്ടേ? ഡോക്ടർ എന്നോട് പറഞ്ഞു BP കൂടെ കുറച്ച് തരാൻ പറ്റും, ഒത്തിരി കുറഞ്ഞാൽ ഞങ്ങൾക്ക് കൂട്ടാനുള്ള വകുപ്പില്ല. എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അവിടുത്തെ ഒരു കഫറ്റേരിയയിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പോകണം. കണ്ടോ, ഞാൻ വന്നപ്പം തന്നെ സിഗ്നലൊക്കെ വീണു എനിക്ക് നടക്കാൻ വേണ്ടി. അതാണ് ചുമ്മാ. അവർക്ക് മനസ്സിലായി കുത്തു കിട്ടിയിട്ട് വരുന്ന ടീമാണ്. അപ്പം ഇനിയും തിരിച്ച് റൂമിലോട്ടങ്ങ് നടന്ന് പോകണം. എനിക്ക് ഒരു പെയിൻ ചീപ്പ് വാങ്ങിക്കണം. എൻ്റെ ദൈവമേ, ഇത് കഴിഞ്ഞ പിന്നെ തല ഇരുന്ന് ചോറ്. അപ്പം ഞാൻ ഷാമ്പൂ ഒക്കെ ഇന്നലെ എല്ലാം ഇട്ടു.
പക്ഷേ എനിക്ക് തോന്നുന്നു പെയിൻ കയറിയിട്ടുണ്ട്. കാരണം അതിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ അന്ന് രാത്രിയിലൊക്കെ നിറയെ ഹെയർ കട്ടിങ്ങും ഹെയർ സെറ്റിങ്ങും ഒക്കെ. അപ്പോൾ ഈ പെയിൻ പറക്കുമല്ലോ, അങ്ങനെ കയറി തന്നു. എനിക്ക് രാത്രിയിലെല്ലാം ഉറങ്ങാൻ പറ്റില്ല, തല ചൂടുന്നു. ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ തലയിൽ ഭയങ്കര ചൂടിച്ചായി. സോ പോകുന്ന വഴി അത് കിട്ടുമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകണം. എന്തായാലും ഒന്ന് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ സൈഡിലൊരു ലേഡി സ്റ്റോർ ഉണ്ട്, അവിടെ ഞാൻ നമ്മുടെ ചെറിയ സ്റ്റോർ ഉണ്ട്, അവിടെ ആണെങ്കിലും പോയി ഒന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അടല്ലോ. ഇല്ല, പറ്റുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ എടുത്ത് തീരുമാനമാണ്. എനിക്ക് ഭയങ്കര കടിച്ചിട്ട്, കാരണം അഴുക്കില്ല തലയിൽ എന്ന് ഞാൻ ഷാമ്പു ഇടുന്നുണ്ട്. സോ അപ്പം പേനെ അത് ഇന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.